everybody, welcome back to my YouTube channel. ഇന്ന് ഞാൻ കരുതി എൻ്റെ സ്കിൻ പ്രെപ്പ് തൊട്ട് മേക്കപ്പ് സെറ്റിംഗ് വരെയുള്ള മേക്കപ്പ് റൂട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നത്. ആക്ച്വലി ഈ മേക്കപ്പ് ഞാൻ വീക്കെൻഡ്സിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ചെയ്യാറുള്ളതാണ്. ഓഫീസിൽ പോകുമ്പോൾ ഒന്നും ഞാൻ ഇത്ര ഇലാബറേറ്റായി ചെയ്യാറില്ല. കുറച്ച് ഇലാബറേറ്റ് ആണ്, എന്നാൽ വളരെ സിമ്പിളുമാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ don't forget to like, share, subscribe and also bell button enable ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് സ്കിൻ പ്രെപ്പ് എന്ന് തുടങ്ങാം. ആദ്യം ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് വെച്ചിട്ട് നമുക്കിനി ബാക്കി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് മിസ്റ്റ് ആണ്. ഞാനിത് ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ഷോപ്പിംഗ് ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അനുവയുടെ PDRN ഫേസ് മിസ്റ്റ് ആണിത്. അടുത്തതായിട്ട് ഞാൻ മോയ്സ്ചറൈസറിന് പകരം ഒരു സ്കിൻ ബാരിയർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു K Beauty പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ എക്സാക്ട് ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ K Beauty ഷോപ്പിൽ പോയപ്പം അവിടുത്തെ സെയിൽസുകൾ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്ത് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നൈസായി, ലൈറ്റ് വെയിറ്റ് ആൻഡ് നൈസായി തോന്നിയിട്ടുണ്ട്. ഒരു ഗ്ലോ ഒക്കെ, ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ ഇന്ന് ലെയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി ഓഫ് ജോസോണിൻ്റെ ഐസ് സീറമാണ്. നമ്മൾ എപ്പോഴും സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പോൾ, മേക്കപ്പിന് മുമ്പുള്ള സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പം ഐസിനെ മറക്കാൻ പാടില്ല. കാര്യം നമ്മൾ ഐസ് ഫേസിനെ പോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കൺസീലർ ആയാലും ഐ ഷാഡോ ആയാലും നല്ലതുപോലെ ബ്ലെൻഡ് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ക്രീസസ് കാണും. ഒരു കേക്കി ലുക്ക് കണ്ണിന് ചുറ്റും എപ്പോഴും കാണും. ഡിയോറിൻ്റെ ബാക്ക് സ്റ്റേജ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ്. ഒരു റെഡ് ഷെയ്ഡാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നതിനുള്ളത്. ക്യൂട്ടായിട്ടില്ല, നല്ല ഷാമൊക്കെ ആയിട്ട്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഇതാണ് ഷെയ്ഡ്. ലിപ്പും അങ്ങനെ ഒത്തിരി ക്രാക്കി ആയിട്ടൊന്നും ഇരിക്കത്തില്ല. എനിക്ക് എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോൾ ലിപ്പ് ക്രാക്ക് ആവും, ഡ്രൈ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ലിപ് ബാമോ എന്തെങ്കിലും പെട്രോളിയം ജെല്ലി ഇട്ടാലും മതി, വാസലിനൊക്കെ ഇട്ടാലും മതി. ജസ്റ്റ് ലിപ്പ് ഇച്ചിരി മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക. സോ അങ്ങനെ നമ്മൾ സ്കിൻ പ്രെപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ജെന്റ്ലി നമുക്ക് മേക്കപ്പ് റൂട്ടീനും കൂടെ നോക്കാം. സോ ആദ്യം മേക്കപ്പിൻ്റെ ബേസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്രൈമറാണ്. ഇത് എൽഫിൻ്റെ പവർ ഗ്രിപ്പ് പ്രൈമറാണ്. ഇതിൽ 4% നയസനമൈഡും ഉണ്ട്. അപ്പോൾ സ്കിൻ കെയർ പ്ലസ് പ്രൈമറാണ്. പ്രൈമർ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് നമ്മൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇത് നല്ല ഗ്രിപ്പ് തരുന്നൊരു പ്രൈമറാണ്. കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്ലൂയി ഇതുണ്ട്. പ്രൈമർ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആവും. മേക്കപ്പ് ഇങ്ങനെ മൂവ് ആയി പോകത്തൊന്നുമില്ല. ഞാൻ യൂഷ്വലി ഇപ്പോൾ ഒരു ലോങ് ഡേ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കിൻ ടിൻറ്റിൻ്റെ താഴെയായാലും പ്രൈമർ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രൈമർ ഇട്ട് നമ്മൾ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിക്സിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇതിലൊരു സ്പൂളിയും ഉണ്ട്, ഒരു ബ്രോ പെൻസിലും ഉണ്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഞാനങ്ങനെ ബ്ലാക്ക് അധികം യൂസ് ചെയ്യാറില്ല. ബ്ലാക്ക് യൂസ് ചെയ്ത് ഒരു ദിഗംബരനെ പോലെ ഇരിക്കും. അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ബ്രൗൺ ആണ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡൊക്കെയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ അത്ര വൃത്തികേട് വരത്തില്ല. ഐബ്രോസ് എഴുതിയാലും നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലുള്ള സ്പൂളി വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം സ്പൂളി വെച്ച് ഷേപ്പ് ചെയ്യാതിരുന്നത് ഒരു തിക്നെസ് തോന്നാൻ ഈ ലാസ്റ്റ് സ്പൂളി യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് പ്രൈമർ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കറക്റ്റിംഗ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മേബലിൻ്റെ കളർ കറക്റ്ററാണ്. ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ കളർ കറക്റ്റും യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റായി തോന്നിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഓറഞ്ച് കളർ കറക്റ്ററാണ് എടുക്കാറ്. കാര്യം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് പോസ്റ്റ് ആക്നെ മാർക്സ് കുറച്ചുണ്ട്. സ്റ്റബേൺ മാർക്സ് ആണ്. ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 2 months ആയി മാർക്സിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹോപ്പ്ഫുള്ളി, ഫിംഗേഴ്സ് ക്രോസ്ഡ്, വേഗം ഇത് മാറുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കളർ കറക്ഷൻ അല്ലാതെ. നമുക്കിതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ഒരു നോർമൽ ഫ്ലാറ്റ് ബ്ലെൻഡിങ് ബ്രഷാണ് എടുത്തേക്കുന്നത്. ഇത് തന്നെയാണ് നോർമലി ഞാൻ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാറ്. ചിലപ്പം ബ്രഷ് മാർക്സ് വരാറുണ്ട്, അത് ഞാൻ എൻ്റെ പഫ് വെച്ച് എല്ലാം കറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ബ്രഷ് ലൈൻസ് ഒന്നും ഒത്തിരി വന്നിട്ടില്ല, എന്നാലും ലുക്കൊന്ന് ഈവൻ ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യാം. ഞാൻ വീഡിയോയുടെ ആദ്യം തുടക്കത്തിൽ പറയുന്നത് പോലെ ഫെൻറ്റി ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ തന്നെ കൺസീലറുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഷോപ്പിൽ വെച്ച് ഷെയ്ഡ് മാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കാര്യം എനിക്കങ്ങനെ ഒത്തിരി മേക്കപ്പ് ഇടുമ്പോൾ ഭയങ്കര വൈറ്റ് വാഷ് അടിച്ചിരിക്കുന്ന രീതിയിൽ ലുക്ക് കിട്ടാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. ബ്രൗൺ സ്കിൻ ആണ്, അത് ജസ്റ്റ് ഈവൻ ഔട്ട് ചെയ്ത് ഒരു ഇച്ചിരി റേഡിയൻ്റ് ആയി തോന്നാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഷെയ്ഡ് ബ്രൈറ്റർ ആക്കാൻ വേണ്ടി ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഫെൻറ്റി ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 345 ആണ്. 345 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. ഞാൻ പറഞ്ഞല്ലോ ബ്രൗൺ സ്കിൻ ഫ്രണ്ട്ലി ആണ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എൻ്റെ ഷെയ്ഡായി തോന്നുവാണെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട് 345. നോർമലി ഞാൻ കൈയുടെ ബാക്ക് സൈഡിലാണ് ഫൗണ്ടേഷൻ പമ്പ് ചെയ്തിടാറ്. ഒരു 2 പമ്പ് വരെ ഞാൻ എടുക്കാറുണ്ട്, ചിലപ്പോൾ 2.5 ഒക്കെ വരെ എടുക്കാറുണ്ട്. ഞാൻ ബ്രഷ് വെച്ച് ആദ്യം എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഈ ബ്രഷ് ലൈൻസ് ഇല്ലെങ്കിൽ ആ ഒരു ലുക്ക് ഈവൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത പോലെ പഫ് വീണ്ടും യൂസ് ചെയ്യും. പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ണിൻ്റെ അണ്ടർ ഐസിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം അവിടെ നമ്മൾ കൺസീലാണ് ചെയ്യുക. ഞാനിപ്പോൾ പഫ് വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ കരുതി നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. ഇത് നാച്ചുറൽ സ്കിന്നാണ്, ലൈക്ക് കളർ കറക്റ്റിംഗ് ചെയ്ത സ്കിന്നാണ്. ഇത് ഫൗണ്ടേഷനും കൂടി ഇട്ട സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എന്നാൽ ഒരുപാട് മേക്കപ്പ് ഇട്ട ഒരു ഫേസും അല്ല ഈ ഹാഫിൽ മേക്കപ്പ് ചെയ്തിട്ടില്ല, ലൈക്ക് ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫെൻറ്റിയുടെ കൺസീലറാണ്. ഷെയ്ഡ് 370N എന്ന് പറയുന്ന ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. നമുക്ക് എൻ്റെ വായുടെ സൈഡിലും ലിപ്സിൻ്റെ സൈഡിലും എൻ്റെ അണ്ടർ ഐസിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലിപ്സിൻ്റെ സൈഡിൽ ഇച്ചിരി അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടിരിക്കുക. കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ മേക്കപ്പ് ഐ ഷാഡോ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ക്ലീൻ ഐലിഡ് ലുക്ക് കിട്ടും. ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഫ് വെച്ച് ഞാൻ ഈവൻ ഔട്ടും ചെയ്യും ഇതിൻ്റെ ഗ്ലാസ്. കണ്ണിന് താഴെ ഇട്ടേക്കുന്ന കൺസീലർ ഞാനിപ്പോൾ തൊടത്തില്ല. ബാക്കി എല്ലായിടും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ കണ്ണിൻ്റെ സൈഡിലോട്ട് വരത്തുള്ളൂ. അപ്പം അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല ക്രീസും വരത്തില്ല അങ്ങനെ ചെയ്ത്. അപ്പോൾ ബാക്കി എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഫ്ലാറ്റ് ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഐലിഡ്സിൻ്റെ അങ്ങോട്ട് അങ്ങനെ അണ്ടർ ഐസിലും എല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഫ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈവൻ ഔട്ട് ഞാൻ പഫ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരിക്കലും ഡ്രാഗ് ചെയ്ത് കൊടുക്കരുത്. പഫ് വെച്ച് ഡാമ്പ് ചെയ്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് മൂവ് ആവും, നമുക്കൊരു നല്ല ഫിനിഷ് കിട്ടത്തില്ല. ഒരുവിധം അങ്ങനെ നമ്മുടെ ലുക്ക് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് കണ്ണിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാം. ഞാൻ ഒരു ചെറിയ ഐ ഷാഡോ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഒത്തിരി വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള കണ്ണൊന്നും ചെയ്യുന്നില്ല, കാര്യം വീക്കെൻഡിൽ ജസ്റ്റ് പുറത്ത് പോകുന്നതല്ലേ ഉള്ളൂ. അപ്പം ടോപ്പിൽ ഒരു ലൈറ്റ് കളർ ബ്രൗണും അകത്ത് ഒരു ഡാർക്ക് കളർ ബ്രൗണുമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത് റിമൽ ലണ്ടൻ്റെ പാലറ്റാണ്. ഇതിൽ കൂടുതലും ന്യൂഡ് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെയാണ് കൂടുതലുള്ളത്. ഇങ്ങനൊരു വൈഡ് ഒരു ഫ്ലഫി ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇത് ബേസ് ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ ടോപ്പിൽ ഇതിന് ഐലിഡിന് അടുത്തായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ലൈറ്റ് ഒരു ടാൻ സ്കിൻ കളർ ആ ഒരു ഇതൊക്കെ. കൈയുടെ ഇവിടെ നമ്മൾ റബ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ബ്രിസിൽസിലും ഐ ഷാഡോ കറക്റ്റായിട്ട്
ഈക്വലായിട്ട് ഫോം ആവാൻ വേണ്ടിയിട്ടാണ്. സോ എപ്പോഴും നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ മോസ്റ്റ്ലി സർക്കുലർ മോഷനിൽ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഇനി നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കാം അകത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഈ ഷെയ്ഡാണ് എടുക്കുന്നത്. ഡാർക്ക് ഇപ്പം എടുത്ത ബ്രൗണിനേക്കാളും ഒരു ലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഒത്തിരി ഡ്രമാറ്റിക് അല്ലാത്ത എന്നാൽ ഒരു നാച്ചുറൽ ലുക്കിംഗ് ബ്രൗൺ ഐസ് കിട്ടിയിട്ടുണ്ട്. കളറേ ഞാൻ എപ്പോഴും ഒരു കാജൽ കണ്ണിൽ എഴുതി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇത് മേബലിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ഡ്രാമ കാജലാണ്. നല്ല അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡുമാണ്, ലോങ് ലാസ്റ്റിംഗുമാണ്. വാട്ടർ ലൈൻ ചെയ്യാൻ മാത്രമേ ഞാൻ കാജൽ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ ഞാൻ ചിലപ്പം ചില സമയത്ത് സ്മോക്കി ആയി ചെയ്യാൻ വേണ്ടിയിട്ട് കാജൽ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഐലൈനറാണ് യൂസ് ചെയ്യാറ്. ഐലൈനർ മേബലിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് വാട്ടർ ലൈൻ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ സിമ്പിൾ ഐ ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ എക്സ്റ്റൻഷനിസ്റ്റ് എന്ന് പറയുന്ന മസ്കാരയാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്, നല്ല ഐലാഷസിന് നല്ല ലെങ്ത് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി ഫേസിലോട്ട് കടക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ള ബ്രോൺസ് ചെയ്യുക. ബ്ലഷ് വേണ്ടവർക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കുക. ഞാൻ ബ്രോൺസും ബ്ലഷും ഇടുന്നുണ്ട്. ആദ്യം നമുക്ക് ബ്രോൺസർ ഇടാം. ഇത് ലോറിയൽ പാരീസിൻ്റെ ലൂമി ഗ്ലോഷൻ റേഞ്ചിലുള്ള ബ്രോൺസർ സ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞ ഒരു സിറം ബ്രോൺസറാണ്. അത്യാവശ്യം നല്ലൊരു ഗ്ലോയും തരും, എന്നാൽ നല്ലോണം ഈസിലി സ്പ്രെഡബിളും ആണ്. സ്റ്റിക്ക് ബ്രോൺസറാണ്, പക്ഷെ വളരെ വളരെ അടിപൊളിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ടോസ്റ്റഡ് സൺലൈറ്റ് ആണ്. ഇനി ബ്രോൺസർ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബ്ലഷും കൂടെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന റെയർ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് സ്പിരിറ്റഡ് ആണ്. ഒരു പർപ്പിൾ ഷെയ്ഡാണ്. എനിക്കില്ലാത്ത ഇരുന്നൊരു കളറാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കളറ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. അത്യാവശ്യം നല്ല ബ്ലഷാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. ബ്യൂട്ടി പിന്നെ കുറേ പേരുടെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഞാൻ ഈ നമ്മുടെ നേരത്തെ ഇട്ട കൺസീലറും ഈ ബ്രോൺസറും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഈ ചീക്ക് ബോണിൻ്റെ അവിടോട്ട് ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴേ ആ ഒരു ലിഫ്റ്റഡ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇനി കുറച്ചും കൂടി ബ്ലഷ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി വേണോ ബ്ലഷ്. ഞാൻ കുറച്ച് ബ്ലഷ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് എനിക്ക് ഞാൻ എവിടെ ഉണ്ട് അടിച്ച് തല്ലി വീണ പോലെ എൻ്റെ ചീക്സ് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ചെറിയൊരു ബ്ലഷ് ഓക്കെയാണ്. ഞാനിങ്ങനെ കേർവായിരിക്കുന്ന ബ്രഷാണ് ബ്രോൺസർ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം എല്ലാ കോർണറും നല്ലോണം ബ്ലെൻഡ് ആവുകയും ചെയ്യും. ആ ഒരു ലിഫ്റ്റഡ് ലുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഒരിക്കലും ബ്രോൺസർ ചീക്കിലായാലും ചിന്നിലായാലും നമ്മൾ ബ്രോൺസർ ഇങ്ങനെ റൗണ്ട് മോഷനിൽ ബ്ലെൻഡ് ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോഴേ ആ ഒരു ലിഫ്റ്റഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ബ്രോൺസർ എല്ലാം ഒരുവിധം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൈയുടെ ബാക്കിലിട്ടിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബ്ലഷും ബ്രോൺസറും എല്ലാം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ അങ്ങനെ പഫ് യൂസ് ചെയ്യാറില്ല ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റിംഗ് പൗഡർ വെച്ച് എല്ലാം സെറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ കപ്പ് കേക്ക് എന്ന് പറയുന്ന സെറ്റിംഗ് പൗഡറാണ്. അപ്പോൾ അണ്ടർ ഐയിൽ കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാണ്. നമ്മൾ കുറച്ച് നേരമെങ്കിലും
എന്താണ് കൺസീലർ സ്പ്രെഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട്. അപ്പോൾ ക്രീസിങ് നമ്മൾ പൗഡർ ഇട്ട് സെറ്റിംഗ് പൗഡർ അണ്ടർ ഐയിൽ ഇട്ട് കഴിയുമ്പോൾ ആ ക്രീസിങ് അല്ലെങ്കിൽ കേക്കി ലുക്ക് ഒഴിവാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ഇപ്പം ഒരു കുഞ്ഞി പഫാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പഫ് അല്ലാതെ ബ്രഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ബ്രോൺസറിൻ്റെ താഴെയായിട്ട് ഇങ്ങനൊരു മോഷനിലാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലിഫ്റ്റഡ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലിപ്സിൻ്റെ കോർണറിലും പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുത്തിലോട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾസോ ഈ മൂക്കിൻ്റെ പാലത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മൂക്കിൻ്റെ സൈഡ് ബ്രോൺസ് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ഫോർഹെഡും ബ്രോൺസ് ചെയ്ത് ഞാൻ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ ഞാനിപ്പം ഇടാത്തതെന്ന് വെച്ചാൽ ഞാനത് ബ്രഷ് വെച്ച് പൗഡർ ബ്രഷ് വെച്ച് ഇടാന്ന് എഴുതിയിട്ടാണ്. ജസ്റ്റ് ആ ഒരു ബ്ലഷിനൊരു ലിഫ്റ്റഡ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബ്രഷ് വെച്ച് അണ്ടർ ഐ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസായിട്ട് ബാക്കി എല്ലായിടും ഇരിക്കുന്ന എക്സസ് പൗഡർ അങ്ങനെ ഒരുവിധം നമ്മുടെ ഫുൾ ഗ്ലാം മേക്കപ്പ് ഇവിടെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് നമ്മൾ ലിപ്പും കൂടെ ചെയ്യാനേ ഉള്ളൂ. ഞാൻ ഇവിടെ ലിപ്പ് ലൈനറും ഒരു ലിപ് സ്റ്റെയിനും ഒരു ലിപ്സ്റ്റിക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനർ എന്ന് പറയുന്നത് നിക്സ് കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ്. ലിപ്പ് ലൈനർ ഒരു ഗ്രേപ്പ് അല്ലെങ്കിൽ ഒരു വൈൻ ഷെയ്ഡൊക്കെയാണ്, ഒരു വെരി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ടൊക്കെ പോവും. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് YSLൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, ഇതൊരു ബ്രൗൺ കളർ ലിപ്സ്റ്റിക്കാണ്. അത്ര ഡാർക്കും അല്ല അത്ര ലൈറ്റും അല്ല, എന്നാൽ ന്യൂട്രൽ ലിപ്സ് തരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിനൊരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈലി ജെന്നറിൻ്റെ കൈലിയുടെ ഒരു ലിപ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക്കുമാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് പോസി കെ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇതെനിക്ക് അല്ലാതെ ഞാൻ ലിപ്സിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വാഷ് ഔട്ട് ആയി പോകുന്നു. അപ്പം ഈ ബ്രൗണും ഇതും കൂടെ യൂസ് ചെയ്തപ്പം അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇത് രണ്ടും കൂടെ എപ്പോഴും കോംബോ ചെയ്താണ് ഇടാറുള്ളത്. നമുക്ക് ലിപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ ലിപ്പ് മോയ്സ്ചറൈസർ ലിപ്പ് ബാം ഇട്ട് കൊടുത്തില്ല, അത് ടിൻറ്റഡ് ആണല്ലോ. അത് നമുക്ക് കുറച്ച് എക്സസ് ആയിട്ട് എന്തെങ്കിലും കാണും. അപ്പം നമുക്കതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ചെറിയൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഉണ്ട് ലിപ്സ്, ക്രാക്ക് ഒന്നും ഇല്ല. എന്നാൽ നമ്മൾ ആ ടിൻറ്റ് എല്ലാം റിമൂവ് ചെയ്യുകയും ചെയ്തു. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക് YSL ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ആ ഒരു നൈസ് ന്യൂട്രൽ ലിപ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൈലിയുടെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറ്. അത് ഫുൾ ലിപ്സിൽ യൂസ് ചെയ്യത്തില്ല, ജസ്റ്റ് ലിപ്സിൻ്റെ ഇന്നർ കോർണേഴ്സിൽ മാത്രമേ ഇടാറുള്ളൂ. ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം നല്ലൊരു നൈസ് ന്യൂട്രൽ ലിപ്സ് കിട്ടിയിട്ടുണ്ട്. പോകാനായിട്ട് ഡ്രസ്സെല്ലാം ചെയ്തിട്ട് വരാം.
അങ്ങനെ ഞാൻ ഔട്ട്ഫിറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ബാട്ട യെല്ലോ ഫുൾ സ്ലീവ് അറ്റത് റഫൽ ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളൊരു ടോപ്പാണ്. അതിനൊരു ക്യൂട്ട് ലേസ് ഡിസൈനും ഒരു കുഞ്ഞു ഫ്ലവറും ഒക്കെ വരുന്നുണ്ട്. അതിനോട് ഞാൻ പെയർ ചെയ്തേക്കുന്നത് ഗ്രേ കളർ വൈറ്റ് ലെഗ് ജീൻസ് ആണ്. അതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് ഞാൻ മാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. കാര്യം സ്ക്വയർ നെക്കും ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് മാലയിട്ട് അതിൻ്റെ ഭംഗി കളയണ്ടെന്ന് കരുതി. പക്ഷെ ഞാൻ കമ്മല് പകരമായിട്ട് ഇട്ടേക്കുന്നത് ഒരു വലിയ എനിക്കൊന്ന് XXL വലിപ്പമുള്ള ഒരു ഹൂപ്പാണ്. എനിക്ക് ഹൂപ്സ് ഇയർ റിങ്സിനോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. പിന്നെ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ്. ടോപ്പ് ഒരു ക്യൂട്ട് വൈബ് തരുന്നതുകൊണ്ട് ഞാനൊരു ക്യൂട്ട് ഹെയർ ക്ലിപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പേളും ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ. See you later. Bye.